എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1829 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് മോഡറേറ്ററുടെ വേഷം മാറി അതിഥിയായി എത്തുന്നത് ഡോക്ടർ അജിനീസ് ഷംസുദ്ദീൻ, BHMS, MSc സൈക്കോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മൈൻഡ് പവർ ട്രെയിനർ, സക്സസ് കോച്ച്, റിലേഷൻഷിപ്പ് എക്സ്പെർട്ട് ആൻഡ് ഓതർ, കൗൺസിലർ. 20 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. വലിയ വലിയ സ്വപ്നം കാണൂ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് അജിനി ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. Thank you, Dr. Majima, and thank you everyone for joining with us. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 2 ക്ലാസ് എടുത്തായിരുന്നു വലിയ സ്വപ്നം കാണുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് എടുക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പൊതുവെ നമുക്ക് സൗണ്ട് ക്ലിയർ ആണോ ഡോക്ടറെ? ഫാൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടോ? ഇല്ല, ക്ലിയർ. അപ്പോ നമ്മളെപ്പോഴും പല കാര്യങ്ങളും നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഓർക്കും അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അത് ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളിൽ തന്നെ കുറെ തോട്ട്സ് നമുക്ക് വരും. അപ്പോ അത് നമുക്ക് അതിൽ നിന്ന് നമ്മൾ മാറണം, മാറ്റി ചിന്തിക്കണം. നമുക്കും വലിയ സ്വപ്നം കാണാം. എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്, എല്ലാവരുടെയും ബ്രെയിൻ ഇത്രയാണുള്ളത്, എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് കോരാനേ നമുക്ക് സാധിക്കത്തുള്ളെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാനേ പറ്റത്തുള്ളൂ. ബക്കറ്റിൽ കോരുന്നവർ ബക്കറ്റിൽ കോരും, മോട്ടർ അടിച്ചെടുക്കുന്നവർ മോട്ടർ അടിച്ചെടുക്കും എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് എത്രത്തോളം വലിയ സ്വപ്നം കാണാൻ പറ്റുമോ, വെറുതെ കിടന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, പക്ഷെ എത്രത്തോളം വലിയ സ്വപ്നം കാണാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നേടാനും സാധിക്കത്തുള്ളൂ. ആക്ഷൻ വേണം ഇതിൽ, വെറും സ്വപ്നം കൊണ്ട് സാധിക്കത്തില്ല. അപ്പോ നമ്മൾ തിങ്ക് യുവർ വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്, യു വിൽ റിസീവ് മെന്റൽ സിഗ്നൽസ് ഓഫ് ഹൗ ഡു യുവർ ജോബ് ഈസ് ബെറ്റർ. നമുക്ക് നമ്മളുടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താലാണ് നമുക്ക് നമ്മുടെ ജോബിനെ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ മുതിർന്ന പോസ്റ്റിലൊക്കെ ഇരിക്കുവാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളവർ അതിനെ കാണുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് എന്ത് വർക്ക് ചെയ്താൽ എന്താ, എങ്ങനെ നേടിയാൽ എന്താ എന്നൊക്കെ വിചാരിക്കുമ്പോൾ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിട്ട് മാറും. നമ്മൾ 3 ദിവസം ഇവിടുത്തെ ഒരു ജോലിയും ഇവിടുത്തെ ഒരു ഇതും എന്നൊക്കെ നമ്മൾ ആ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അതേ എനർജിയിൽ തന്നെയാവും. അതേസമയം നമ്മൾ ഓരോ ദിവസവും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമുക്ക് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് എല്ലാവരും അതേ ഒരു എനർജിയിൽ നിൽക്കത്തുള്ളൂ. ചില സ്ഥലത്ത് നമുക്ക് തന്നെ കാണാം, നമ്മളിപ്പം ചില ആൾക്കാരുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് പോകുമ്പോഴോ നമുക്ക് വലിയൊരു ഉഷാറൊന്നും കാണത്തില്ല അവിടെ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വലിയൊരു എനർജി ഒന്നും കിട്ടത്തില്ല. അതേസമയം ചില ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ആ ഇൻട്രസ്റ്റ് കാണുമ്പം നമ്മൾ തന്നെ പറയത്തില്ലേ, പിന്നെ പുള്ളി ഇപ്പൊ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു മുതിർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആള് 7 മണിക്ക് വരും, 5 മണിക്കേ പോകത്തുള്ളെങ്കിൽ നമുക്ക് താമസിച്ച് വരാൻ തോന്നത്തില്ല. നമ്മൾ 9 മണിക്ക് വരുമോ? ഇല്ല. ചിലപ്പോൾ സമയം ഇച്ചിരി താമസിച്ചാണെങ്കിലും പുള്ളി നേരത്തെ വരുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പോകും. അതേസമയം ഒരാൾ താമസിച്ചാണ് വരുന്നത്, അയാൾ അത്ര വർക്കിൽ ഇമ്പോർട്ടൻസ് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. അപ്പോൾ the way we think towards our job determines how our subordinates think towards their job. നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ സബോർഡിനേറ്റ്സും കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സ്വപ്നം കാണുമ്പോൾ ഒരു കുട്ടിയെ പോലെ സ്വപ്നം കാണണം എന്നാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടി ഈ സ്വപ്നം നടക്കുവോ എനിക്ക് സാധിക്കുമോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല. പിള്ളേർ ഓരോന്നൊക്കെ പിടിച്ച് നിർബന്ധം കാണിക്കുമ്പോൾ അച്ഛൻ്റെ കാശുണ്ടാവുമോ, എൻ്റെ മേടിച്ചു തരാൻ കാശുണ്ടാവുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. അല്ലെങ്കിൽ അച്ഛൻ അത് മേടിച്ച് തരുവോ, ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെയാണ് അവര് സ്വപ്നം കാണുന്നത്. അപ്പൊ നമ്മളും കുട്ടികളെ പോലെ നമ്മളും സ്വപ്നം കാണണം. അത് നടക്കുവോ നടക്കത്തില്ലേ എന്നുള്ളതൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് നമ്മള് ഏതൊരു കാര്യവും നടത്തുവാണ് ചെയ്യുന്നത്.
നമ്മൾ ആദ്യം അത് ചിന്തിക്കും. അതിനുശേഷം ആ ചിന്തയിലോട്ട്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു വീട് വെക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ വീട് വെച്ചിട്ട് വീടിന്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങൾ ഇറക്കണം, അതിനൊരു സ്ഥലം വേണം, അതെങ്ങനെ ചെയ്യണം എന്നാലോചിക്കുന്നത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മള് സിമ്പിൾ ഒരു കുക്കിംഗ് എടുക്കുവാണെങ്കിലും നമ്മളൊരു കറി വെക്കണം അല്ലെങ്കിൽ ഒരു സാമ്പാർ വെക്കണം എന്ന് ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ കറി കഷ്ണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത്. പിന്നെ നമ്മൾ അത് പാത്രം എടുക്കുന്ന ഉണ്ടാക്കുന്നൊക്കെ. അല്ലാതെ ആദ്യമേ എല്ലാം മേടിച്ച് നിരത്തി വെച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്. ചിന്തിക്കുമ്പോൾ നമ്മൾ അതിന്റെ സാധനങ്ങൾ മേടിക്കും എന്നുള്ളത് പോലെ നമ്മൾ നടക്കുവോ നടക്കത്തില്ലേ എന്നൊന്നും ഓർത്തിട്ടല്ല ആരും സ്വപ്നം കാണുന്നത്. നമുക്ക് സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിൽ, നമുക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തും. പിന്നെ ഇപ്പൊ ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാരും അങ്ങനെ തന്നെയാണ്. ഇത് നടക്കുമോ, മറ്റുള്ളവർ എന്ത് പറയൂ എന്നൊന്നും ചിന്തിക്കാതെയാണ് അവര് സ്വപ്നം കണ്ടിട്ടുള്ളത്. ഈ പ്രൊഫഷണൽ അത്ലറ്റ്സ്, നോബൽ പ്രൈസ് വിന്നേഴ്സ്, സയന്റിസ്റ്റ്, ബില്യണയർ, ഓൺട്രപ്രണേഴ്സ്, അവരെല്ലാരും ഇതെല്ലാം ശരിയാകുമോ, എല്ലാം ഒപ്പിച്ച് വെച്ച് കറക്റ്റ് ആക്കി അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിട്ടും. നമ്മളിപ്പം ഏതൊരു കാര്യത്തിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും, എത്ര ഇതൊക്കെ ചെയ്താലും, പ്ലാനൊക്കെ ചെയ്യണം, ചെയ്യേണ്ടെന്നല്ല, എത്ര പ്ലാൻ ചെയ്താലും അതിലേക്ക് അടുക്കുമ്പോഴാണ്. ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ തന്നെ നമ്മളെല്ലാം ഭയങ്കര പ്ലാനൊക്കെ വെച്ച് എല്ലാം സെറ്റപ്പ് ആക്കി തുടങ്ങി ജീവിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നു, ഇവിടെ ഈ സാധനം വേണമായിരുന്നു, മറ്റേ സ്ഥലത്ത് മറ്റേ സാധനം വേണമായിരുന്നു. കാരണം നമ്മൾ ജീവിക്കുന്ന സൗകര്യത്തിനനുസരിച്ച് ആ വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ജീവിച്ചു നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ശരിയാണ്, ഇപ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും വേസ്റ്റ് കളയാനുള്ള സാധനങ്ങൾ വരെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. എന്നാൽ പോലും താമസിച്ച് കഴിഞ്ഞ് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതോ അല്ലെങ്കിൽ ചില സാധനങ്ങൾ മേടിക്കേണ്ടതോ നമുക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് എല്ലാം ശരിയായിട്ട് നമ്മൾ ഓരോന്ന് തുടങ്ങാം എന്ന് വിചാരിക്കരുത്. നമുക്ക് സ്വപ്നം കാണണം. സ്വപ്നം കണ്ട്, അതായത് വെറുതെ കിടന്നുറങ്ങി കാണാനല്ല, നമ്മൾ ഉണർന്നിരുന്ന് സ്വപ്നം കാണുമ്പോഴും ഇത് മിക്കവാറും നമ്മളിൽ പലരും സ്വപ്നം കാണാത്തതും നടത്താത്തതും നടക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. പിന്നെ നമുക്ക് അതിലൊരു പേടി ഉണ്ടാവരുത്. ഇപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫിയേഴ്സ് ആൻഡ് ലിമിറ്റേഷൻസിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ഓർക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാം. അപ്പൊ തന്നെ നമ്മൾ ഓർക്കും, ആ സ്ഥാപനം എങ്ങനെ ഞാൻ തുടങ്ങാം, അതിന് മറ്റേതിന്റെ പെർമിഷൻ മേടിക്കണം, ഇതിങ്ങനെ ആകണം, അതങ്ങനെ ആകണം. ഇതൊക്കെ നമ്മൾ ആദ്യമേ ചിന്തിച്ചാൽ നമുക്കൊന്നും തുടങ്ങാനായിട്ട് പറ്റത്തില്ല. പിന്നെ ജീവിതം നമുക്ക് വേണ്ടി ഒരു സാധനം ഗൂഢാലോചന ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫേവറിന് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി. പിന്നെ ഡ്രീം ബിഗ് ലൈക്ക് എ ലീഡർ. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിജയിക്കാനാണ്, നമ്മൾ ലീഡ് ചെയ്യാനാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ലീഡറിനെ പോലെ തന്നെ സ്വപ്നം കാണണം. അതായത് നമ്മളെക്കാൾ വലിയ സ്വപ്നങ്ങളായിരിക്കും നമ്മൾ കാണേണ്ടത്. നമ്മളിപ്പോ ഇരിക്കുന്ന സ്റ്റേറ്റിൽ നമ്മൾ പോവുക, രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, പിന്നെ എന്താ പറയുന്നത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ കിട്ടിയ ജീവിതത്തിൽ സന്തോഷിക്കണം, അത് സത്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ മാത്രം നമ്മൾ നിന്നുകൊണ്ടിരുന്നാൽ നമുക്കൊരു മുമ്പോട്ടൊരു ഡെവലപ്മെന്റും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ സ്വപ്നം കാണാനും സ്വപ്നം കാണുന്നവരുമായിട്ട് കമ്പനി കൂടാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. പിന്നെ ട്രേഡ് മൈൻഡ് വിത്ത് ദ പീപ്പിൾ യു വാണ്ട് ടു ഇൻഫ്ലുവൻസ്. നമുക്ക് ആരെയാണോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ ഓരോന്നാണ്. നല്ലൊരു പ്രാക്ടീഷണർ ആകണം, അല്ലെങ്കിൽ നല്ല ഒരു ക്ലാസിക് ഹോമിയോപ്പത്ത് ആകണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ അതുപോലെ ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യണം. അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനാകണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ അങ്ങനെ ബിസിനസ് നടത്തി വിജയിച്ച ഒരാളുമായിട്ട് നമ്മൾ കൂട്ടുകൂടണം, അവരുമായിട്ട് സംസാരിക്കണം ഒക്കെ. അപ്പോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ആ സ്ഥാനത്ത് നമ്മൾ ഇരിക്കേണ്ടത്. ഇപ്പൊ ഒരു എളുപ്പമായതുകൊണ്ട് ഞാൻ ബിസിനസിന്റെ കാര്യം പറയുന്നതാണ്. ഇപ്പൊ യൂസഫ് അലി ഇരിക്കുന്ന സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, ആ സ്ഥാനത്തോട്ട് ഞാൻ എത്താൻ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതേപോലെ ബിസിനസ് വിജയിപ്പിച്ച ആൾക്കാരുമായിട്ട് എങ്ങനെ നമുക്ക് കൂടാം എന്നുള്ളതിനെ പറ്റി ആയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ
നമ്മളൊരു ലീഡറിനെ പോലെ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ലീഡറിന്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഏതൊരു സാധനം, ഞാൻ ലീഡേഴ്സിന്റെ ക്വാളിറ്റീസ് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ലീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് ഒരു ഒരു പ്രസ്ഥാനമോ ഒരു കാര്യമോ ഒക്കെ ലീഡ് ചെയ്യുമ്പം അവർക്ക് കുറേയധികം ക്വാളിറ്റീസ് വേണം. എന്നാലേ ബാക്കിയുള്ളവരെ നയിച്ചുകൊണ്ട് പോകാനോ ബാക്കിയുള്ളവരെ പറഞ്ഞനുസരിപ്പിക്കാനോ സാധിക്കത്തുള്ളൂ. അതിലൊരു ക്വാളിറ്റിയാണ് ബി ഹ്യൂമൻ. അത് നമ്മള് മനുഷ്യത്വമുള്ളവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ നമുക്ക് എന്തും പെരുമാറാം. ഞാൻ ലീഡർ അല്ലേ, ഞാനല്ലേ നോക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവരെ എന്തും പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പാടില്ല. ഗിവ് അതർ പീപ്പിൾ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് യു ലൈക്ക് ടു റിസീവ്. നമ്മൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞാൻ റെസ്പെക്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നാണ്. പക്ഷെ എനിക്കത് കൊടുക്കാൻ തയ്യാറല്ല. ഞാൻ ആരെയും സ്നേഹിക്കാനും തയ്യാറല്ല, ഞാൻ ആരെയും റെസ്പെക്ട് ചെയ്യാനും സാധിക്കത്തില്ല. ഞാൻ തന്നെയാണ് വലിയ ആളെന്ന് പറഞ്ഞ് ഞാൻ നടക്കുവാണെങ്കിൽ പിന്നെ എന്നെ റെസ്പെക്ട് ചെയ്യാനായിട്ട് അവർക്ക് തോന്നത്തില്ല. ഏതൊരു കാര്യവും, സ്നേഹമാണെങ്കിലും റെസ്പെക്റ്റ് ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. കൊടുത്താൽ അത് തിരിച്ച് കിട്ടുകയും തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. അപ്പം കൊടുക്കുന്ന സ്ഥലം ആലപ്പുഴ ആണെങ്കിലും വേറൊരു സ്ഥലത്താണെങ്കിലും നമുക്കത് തിരിച്ച് കിട്ടിയിരിക്കും. ചിലപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇനി ആര് ഹെൽപ്പിന് വരും എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയത്തില്ല, ദൈവം വിട്ടതാന്ന് തോന്നുന്നു, അവർ വന്ന് നമ്മളെ സഹായിച്ചു എന്നൊക്കെ. നമ്മൾ കൊടുത്തതോ ചെയ്തതോ ഒന്നും വേസ്റ്റ് ആവത്തില്ല. അത് നല്ലത് ചെയ്താലും വേസ്റ്റ് ആവൂല, ചീത്തത് ചെയ്താലും വേസ്റ്റ് ആവൂല, തിരിച്ച് നമ്മളിൽ തന്നെ വരും. ആ ഒരു അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് എപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വേയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്നെ മറ്റുള്ളവരെല്ലാം റെസ്പെക്ട് ചെയ്യണോ, ഞാനും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം. എന്നെ എല്ലാവരും സ്നേഹിക്കണം. അപ്പൊ ചില ആൾക്കാർ പറയത്തില്ല, എന്നോട് ആരും ബഹുമാനം കാണിച്ചില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറയാറില്ലേ. അപ്പോ നമ്മൾ ആരെയും ബഹുമാനിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. എന്നോടാരും ഇത് കാണിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പണ്ടൊരു സ്റ്റോറി നിങ്ങളെല്ലാരും കേട്ടതായിരിക്കും. മറ്റേ എന്തോ ഒരു നാട്ടിലെ പ്രമാണിയെ കല്യാണം വിളിക്കുമ്പോഴത്തേക്ക് ആ പ്രമാണിക്ക് സാധാരണക്കാരുടെ വീട്ടിലൊക്കെ പോകാനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു വടി കൊടുത്തുവിടും. അത് ആ വടി ഒരു ചെയറിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഓരോ കല്യാണത്തിനും എനിക്ക് പകരം വടി വന്നു എന്ന് പറയും, അങ്ങനെ കൊണ്ടുവയ്ക്കും. അങ്ങനെ പ്രമാണിയുടെ വീട്ടിൽ കല്യാണം വന്നപ്പോ കസേര നിറച്ചും വടികളായിരുന്നു എന്ന് പറയും. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മളെ എങ്ങനെ ആളുകളെ ട്രീറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ അങ്ങ് ധാരാളമായിട്ട് അങ്ങ് കൊടുക്കണം. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ റിസീവ് ചെയ്യുന്ന കാണാം. അപ്പോ അങ്ങനെ ചെയ്യുക. നമ്മള് തിങ്ക് പ്രോഗ്രസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതും അത് വളരുന്നതായിട്ടൊക്കെ നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ നമുക്ക് ചുറ്റുമുള്ള എനർജി നമ്മളെ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകും. നമ്മളിപ്പോ കണ്ടിട്ടില്ലേ, നമ്മൾ എല്ലാവരും കരയുന്ന ഒരു സ്ഥലത്ത് പോയി നിന്നാല് നമുക്കറിയാതെ കരച്ചിൽ വരും. നമ്മളെ ആ എനർജി, ഇപ്പോ നമുക്ക് മെന്റലി വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരാളുടെ മരിപ്പിന് പോയാലും അവിടെ എല്ലാവരും കരയുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ്, സത്യമാണ്. പക്ഷെ എന്നാൽ പോലും അവിടുത്തെ എനർജി നമ്മളിൽ കയറി എന്നുള്ളതാണ് സത്യം. ഇപ്പോ എല്ലാരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് ഞങ്ങള് ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാരും കൂടെ ഈ ചെന്നൈയിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പൊ ഞങ്ങള് രാത്രി ഒന്ന് പാട്ടൊക്കെ പാടുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തിരുന്നപ്പോഴത്തേക്ക് അതില് അന്നൊരു നല്ല ഓൾഡായ ഒരു അമ്മുമ്മ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഞാനൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് എണ്ണീറ്റ് പാട്ട് പാടുമായിരുന്നു. കാര്യം എന്താ വെച്ചാല് നമ്മളെ പാട്ട് പാടി ആ ഒരു ഇതിൽ വന്നപ്പോ ആ എനർജിയിലോട്ട് പുള്ളിക്കാരിയും കിടക്കുമായിരുന്നു, എണ്ണീറ്റിരുന്ന് പുള്ളിക്കാരിയും പാട്ട് പാടാൻ തുടങ്ങി. അപ്പൊ എന്ന് പറയുന്ന പോലെ ആ ഒരു എനർജിയിലോട്ട് നമ്മൾ വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയിലാണോ പോകുന്നത്, ആരെടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. തിങ്ക് പ്രോഗ്രസ്, ബിലീവ് ഇൻ പ്രോഗ്രസ്. നമ്മൾ വിജയിക്കും എന്നൊരു വിശ്വാസം വേണം.
പിന്നെ തിങ്ക് ഇംപ്രൂവ്മെന്റ് ഇൻ എവറിത്തിങ് യു ഡു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവും അല്ലെങ്കിൽ വിജയിക്കും എന്ന് ആദ്യം തോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരുന്നത്. ചിന്തിക്കുക, അതിൽ വിശ്വസിക്കുക, ആക്ഷൻ എടുക്കുക, മുമ്പോട്ട് പോവുക. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതുണ്ട്. നമ്മള് മറ്റേ AR റഹ്മാന്റെ ഒരു പാട്ടിൽ പറയത്തില്ലേ, നല്ലവൻ സാവതും കെട്ടവൻ വാഴ്വതും നമ്മ കയ്യിലേ ഇല്ല. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുണ്ട്. എന്നാലും നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ലത് തന്നെ നമുക്ക് വരും എന്ന് ചിന്തിച്ച് മുമ്പോട്ട്. തിങ്ക് ഹൈ സ്റ്റാൻഡേർഡ് ഇൻ എവറിത്തിങ് യു ഡു. ടേക്ക് ടൈം ഔട്ട് ടു ഡിസ്കസ് വിത്ത് യുവർ പകുതി എനിക്ക് ഈ സ്ലൈഡിന്റെ ബാക്കി ഇതിൽ കാണാൻ പറ്റത്തില്ല ഈ ഉള്ളത്. ഓക്കെ, യുവർ സെൽഫ് എന്നാണല്ലേ, ഞാൻ വലുതാക്കാം ഇതൊന്ന് ചെറുതാക്കി. പിന്നെ സ്പെൻഡ് സം ടൈം എലോൺ എവറി ഡേ ജസ്റ്റ് ഫോർ തിങ്കിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, പിന്നെ അടുത്ത് അമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുന്നു, പിന്നെ ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോകുന്നു, സ്ത്രീകളും ജോലിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് പടപടാന്ന് വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വീട് ക്ലീൻ ആക്കുന്നു, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മള് കുറച്ച് സമയം ഞാൻ വെറുതെ ഇരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. അത് നമ്മള് കൊച്ചിലെ മുതൽ നമ്മളെ വെറുതെ ഇരിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും വെറുതെ ഇരിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കുറെ നിങ്ങൾ പല ആൾക്കാരും, എനിക്കറിയത്തില്ല ഇതിലുള്ള എല്ലാവരും അങ്ങനെയാണോ എന്ന്, പക്ഷെ എന്നാൽ പോലും മജോറിറ്റി ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ചു നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലോർക്കും, അയ്യോ ഞാൻ വെറുതെ ഇരിക്കുവാണോ, എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി ജോലി ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരും വേറെ എവിടെയെങ്കിലും പോയി നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുവാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ നമ്മൾ എന്തോർക്കും, വേറെ എന്തെങ്കിലും ഒന്ന് വൃത്തിയാക്കാം, അല്ലെ ഇന്ന് വീടൊന്ന് ക്ലീൻ ചെയ്യാം, ഇന്ന്. അപ്പൊ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്നൊരു തോന്നലുണ്ട്. ഞാൻ ഒരിക്കലും പറയത്തില്ല വെറുതെ ഇരുന്ന് മടി പിടിച്ചിരിക്കാൻ, അതല്ല ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം. നമ്മള് ഇത്രയും തിരക്കുള്ള സമയമാണെങ്കിലും, നമുക്ക് സ്കൂളിൽ പോകണം, ജോലിക്ക് പോകണം, ഇത്രയൊക്കെ ആണെങ്കിലും നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് വെറുതെ ഇരുന്ന് നോക്കണം. ഒന്നും ചെയ്യണ്ട, വെറുതെ ഒന്നിരിക്കും. എന്താ വെച്ചാല് അപ്പോഴാണ് നമുക്ക് തിങ്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമയം എടുക്കണം. അപ്പോ നമ്മള് തിങ്കിങ്ങിന് വേണ്ടി എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അന്ന് ആ കല്യാണത്തിന് അവര് കണ്ടിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള കുശുമുണ്ട്, ഇതൊന്നും ആ സമയത്ത് ചിന്തിക്കരുത്. അപ്പൊ നമ്മൾ വീണ്ടും വീക്ക് ആവുക ചെയ്യുന്നത്. അല്ല വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ പല തോട്ട്സും വരുന്നത്. ഇപ്പോ നമ്മൾ പറയാറില്ലേ, ഇങ്ങനെ മരങ്ങൾ ഒന്നും സംസാരിക്കാറില്ല, പക്ഷെ അത് വളർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് പോലെ ആ നിശബ്ദതയിലും സംസാരിക്കാത്തപ്പോഴുമാണ് നമുക്ക് പല തോട്ട്സും നമ്മളിൽ വരുന്നത്. എപ്പോഴും ഒരു പുതിയ തോട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയയോ ഒരു പുതിയ പ്രൊഡക്ഷനോ എല്ലാം സൈലൻസിലാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, ഇപ്പൊ സന്യാസിമാരൊക്കെ ഒറ്റയ്ക്ക് പോയി ധ്യാനം ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കൂട്ടത്തിലിരുന്നാലും കോൺസെൻട്രേഷൻ കിട്ടും. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആയിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത്. ശരിയാണ്, നമ്മൾ ഒരു മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ ആണ്. അത് എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഐഡിയ വരുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വരുന്നത്. ഒരു തോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കും. ആക്ഷൻ ക്യൂർസ് ഫിയർ. അതായത് നമുക്ക് പലതരം പേടികളുണ്ട്. ചില പേടികൾ നമുക്ക് ജനിക്കുമ്പോഴേ ഓരോരുത്തരും നമ്മളെ പേടിപ്പിച്ചു വെച്ചതായിരിക്കും. നമ്മൾ കുഞ്ഞിലേക്ക് നമ്മളുടെ ജനറേഷനിലുള്ള കുട്ടികളുടെയൊക്കെ കുഞ്ഞിലെ പോലീസ് വരുന്നെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോ നമ്മളും പോലീസും തമ്മിൽ ഒരു ബിസിനസ്സും കാണത്തില്ല. പോലീസ് അതുവഴി പോകുമ്പോൾ നമ്മൾ അയ്യോ പോലീസ് ഒരു റെസ്പെക്ട് നമ്മൾ അറിയാതെ, റെസ്പെക്റ്റോ പേടിയോ എന്തോ നമ്മൾ അറിയാതെ വരും. അതെന്താണെന്നറിയോ, നമ്മളെ കൊച്ചില് പോലീസിനെ വിളിക്കും കേട്ടോ,
അയ്യോ പോലീസ് ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു പോലീസ് ഒരു ഫിയറായിട്ട് കിടപ്പുണ്ട്. ഇതൊക്കെ ആൾക്കാർ ചോറുണ്ണാനും എന്തെങ്കിലും പറയുന്നത് കേൾപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന ചെറിയ ട്രിക്കുകളാണ്. പക്ഷെ ഇത്തരം ചെറിയ ട്രിക്കുകളിൽ നമ്മൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പോയി, അതായത് കൊച്ചു വയസ്സിലല്ലേ പറയുന്നത്, ഈ കുഞ്ഞു വയസ്സിലുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ പോകും. എന്താ പൂച്ചാണ്ടി ഉച്ചാണ്ടി അങ്ങനെ എന്തൊക്കെയോ കുറെ പേരുകൾ പറയും. പൂച്ചാണ്ടി വരും, ഉച്ചാണ്ടി വരും, എന്തൊക്കെയോ. അവരൊക്കെ ആരാന്ന് അമ്മയ്ക്കും അറിയത്തില്ല, കൊച്ചിനും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് പോലീസ് വരും പോലീസ് വരുന്നപ്പോ ഇപ്പോഴൊക്കെ ഉള്ളവർക്കൊന്നും വലിയ പേടിയൊന്നുമില്ല. കാരണം പുതിയ ജനറേഷനിലുള്ള അമ്മമാര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്. നേരത്തെ ഉള്ളവരെയൊക്കെ ചുമ്മാ നമ്മൾ നിൽക്കുമ്പോൾ പോലീസ് അതുവഴി പോയ ആളുകൾക്ക് ഒരു പേടി പോലെ എന്തോ ഒന്നും കൂടെ അവരെ തന്നെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ ഒരുപാട് നമുക്ക് തോന്നാറുണ്ട്. അതെന്താ വെച്ചാല് നമ്മുടെ ഉള്ളിൽ പോയത് കൊണ്ടാണ് ആ പേടി. അപ്പോ പേടിക്ക് ഏറ്റവും വലിയ ആക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ആ ഫിയറിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് ശരിയായിരിക്കും, ചിലതിന് നല്ല ട്രീറ്റ്മെന്റോ മറ്റോ ഒക്കെ വേണ്ടി വരും. എന്നാലും അതിനെ ഒന്ന് ഫേസ് ചെയ്യുക. ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കടലിലോട്ട് പോകുന്ന ഒരു കുട്ടിയെ, കടലിനെയോ വെള്ളത്തിനെയോ പേടിയാണെങ്കിൽ അത് ആദ്യം നമുക്കത് എന്താണ് എന്നൊന്ന് തൊട്ടറിയാനായിട്ട് നമ്മൾ നോക്കുക. അതിന്റെ മുമ്പിലോട്ട് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുക. റോഡ് ക്രോസ് ചെയ്യാൻ ചില ആൾക്കാർക്ക് പേടിയായിരിക്കും. ചില പേരൻസ് മക്കളോടുള്ള സ്നേഹം കൊണ്ട് അവരെ ഒരിക്കൽ പോലും അത് പഠിപ്പിക്കാതെ കൂടെ നടന്ന് ക്രോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കൂടെ നടന്ന് ചെയ്യണം. കുട്ടികളെ എല്ലാ കാര്യത്തിനും അവർക്ക് സപ്പോർട്ട് തന്നെ കൊടുക്കണം. പക്ഷെ അവരെ അത് പഠിപ്പിക്കുകയും കൂടെ ചെയ്യണം. അവർക്ക് പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഏതൊരു ഫിയറിനെയും, ചിലർക്ക് തീ പേടിയായിരിക്കും, ചിലർക്ക് പാറ്റയെ പേടിയായിരിക്കും, ചിലർക്ക് ഇരുട്ട് പേടിയായിരിക്കും. അപ്പൊ അതിനെ ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് കൂട്ടു നിൽക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പം മെച്ചുറായിട്ടുള്ള ഒരാൾക്കാണ് പേടിയെങ്കിൽ നമ്മൾ തന്നെ അതിനൊന്ന് ഫേസ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ അതിനൊരു ഹെൽപ്പ് എടുക്കാം, കുഴപ്പമില്ല. ഈ ഒരുപാട് ടെക്നിക്കുകളും NLP ടെക്നിക്കിലൊക്കെ 10 മിനിറ്റ് കൊണ്ട് ഫിയർ മാറ്റാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫിയർ എന്താന്ന് ഒന്ന് മനസ്സിലാക്കുമെങ്കിലും ചെയ്യണം. കാരണം പല പേടികളെയും നമ്മൾ അതെനിക്ക് പേടിയാ, അതിൽ നിന്ന് നമുക്ക് മോചനം ഇല്ല എന്നുള്ളത് നമ്മൾ വിചാരിച്ചു വെച്ചേക്കും. പക്ഷെ പല പേടികളുണ്ട്, അത് ഫേസ് ചെയ്താൽ മാത്രമേ പേടി മാറത്തുള്ളൂ. ചില ആൾക്കാരുടെ എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാ, ചിലപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോ അവർക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇപ്പൊ എൻ്റെ അമ്മായിക്കൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ പേടിയായിരുന്നു. അപ്പോ കേറാത്തത് കൊണ്ട് പേടി, അവര് ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ കയറി കഴിഞ്ഞപ്പോൾ അത് മാറി. അങ്ങനെ പല പേടികളും ഉണ്ട്. നമ്മൾ ഒരിക്കൽ പോലും ഫേസ് ചെയ്യാതെ പേടിയാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് പേടികൾ നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നം കാണാൻ പോലും നമുക്ക് പേടിയാണ് പല ഇതിലും. ബാരിയേഴ്സ് ടു ഡെയർ ടു ഡ്രീം ബിഗ്. നമ്മൾക്ക് ഒരു സ്വപ്നം കാണാൻ ധൈര്യമില്ലാത്തത് പലപ്പോഴും നമ്മൾ തന്നെ നമ്മളിൽ വെച്ചിരിക്കുന്ന പല ബാരിയേഴ്സ് ആണ്. അല്ലാതെ മറ്റുള്ളവരല്ല നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുന്നത്. നമ്മളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മൾ തന്നെയാണ്, നമ്മുടെ മൈൻഡാണ്. മറ്റുള്ളവര് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ സമയമില്ല, പിന്നാണ് ഇനി മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്. ആൾക്കാരിങ്ങനെ ചോദിക്കും, മൂക്കിന്റെ ഇവിടുത്തെ ഒരു പാട് കണ്ടോ? ആ പാട് അവരിങ്ങനെ വിളിച്ച് കാണിച്ചിട്ട് നമ്മൾ സൂക്ഷ്മിച്ച് നോക്കുമ്പോഴായിരിക്കും കാണുന്നത്. അത് എല്ലാരും കാണുമോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഒരു കറുത്ത പാട്, നിങ്ങളുടെ മുഖത്തിലെ കറുത്ത പാട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർ കാണുന്നത്. അതിനെ പോലും നമ്മളൊരു നാണക്കേടായിട്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കുന്ന ഡ്രസ്സിന്റെ ഈ ഇന്ന സ്ഥലത്ത് ഒരു കുത്ത് കിടക്കുന്നു, ഈ കുത്തൊക്കെ ആര് നോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിനൊക്കെ ആർക്ക് സമയം എന്നൊന്ന് ചിന്തിച്ചാൽ മതി പകുതി കാര്യങ്ങൾക്ക്. കാരണം നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുപോലെ നമ്മളെ ഏറ്റവും വഷളാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ ഒരു പേടിയുള്ള ആളാക്കി മാറ്റി പറയുമ്പോൾ നമ്മൾ പറയും, അവരെന്നെ കുറ്റം പറഞ്ഞു, അവരെന്റെ കുറ്റം കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമെങ്കിലും നമ്മളാണ് കൂടുതലും നമുക്ക് ഒരു ലിമിറ്റേഷൻ ഇട്ട് വെച്ചിരിക്കുന്നതും നമ്മളാണ് നമ്മളെ വളരാൻ സമ്മതിക്കാത്തതും ഒക്കെ. ഇപ്പോ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്, 50 പേരുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ ആരെയായിരിക്കും ആദ്യം നോക്കുന്നത്?
നമ്മളെ തന്നെ ആയിരിക്കും. ആ 50 പേരും നോക്കുന്നത് ഈ 50 പേരുടെ മുഖമായിരിക്കും. അതിലിപ്പോ നമ്മുടെ കണ്ണടഞ്ഞിരിക്കും ആ ഫോട്ടോയിലെന്ന് വെച്ചോ, അത് നമ്മളെ കാണുന്നുള്ളൂ. വേറൊരാൾക്കാര് അവരവരുടെ മുഖമായിരിക്കും നോക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നെ ആ ഫോട്ടോയിൽ കാണാൻ അത്ര ഭംഗിയില്ല. നിങ്ങളെ ഇത്ര ഭംഗിയുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അത്ര വലിയ സങ്കടമൊന്നും പിന്നെ രണ്ടാമത് നമ്മൾ നോക്കും നമ്മുടെ സുഹൃത്ത് എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ഇത്ര സൂക്ഷ്മമായിട്ട് നമ്മളെ നോക്കുന്നത് നമ്മളാണ്. അതുപോലെ സൂക്ഷ്മമായിട്ട് നമ്മളെ വളരാൻ അനുവദിക്കാത്തതും നമ്മളാണ്. നമ്മൾ തന്നെ ചില മതിലൊക്കെ കെട്ടിവെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. നമ്മളിൽ തീർക്കുന്ന ഒരുപാട് മതിലുകളുണ്ട്. എനിക്കത് സാധിക്കത്തില്ല, എൻ്റെ സമൂഹം അത് അനുവദിക്കത്തില്ല, എൻ്റെ നാട്ടുകാർ വല്ലതും പറയും, ഞാനൊരു പെണ്ണല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ആണല്ലേ, പെണ്ണായി പോയത് കൊണ്ട് ഞാൻ രണ്ട് പറയാഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ റെസ്പെക്റ്റിന്റെ ഭാഗമാണ്, അത് നല്ലത് തന്നെ. എന്നാലും നമ്മൾ തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോ പണ്ട് ഒരു കഥയിൽ പറയുന്ന പോലെ ഒരു ഒരു ബ്രെഡ് ഒരു നമ്മുടെ റോട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സൈസിലാണ്, ചെറിയ സൈസിൽ ഇങ്ങനെ മുറിച്ചെടുക്കും. ഒരു ചോറ്റുപാത്രത്തിന്റെ അടപ്പൊക്കെ വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കും. അപ്പൊ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരമ്മ അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരു മകളും അങ്ങനെ ഉണ്ടാക്കി. അപ്പൊ എന്താണ് ഇതിലും വലിയ സൈസ് ആയാലെന്ന് ചോദിച്ചപ്പം അതെനിക്കറിയത്തില്ല, അമ്മ അങ്ങനെ ആ സൈസിലാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അതെനിക്കും അറിയത്തില്ല, ഗ്രാൻഡ് മദർ ആ സൈസിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പം ഗ്രാൻഡ് മദറിനോട് വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അന്ന് എന്റെ ചട്ടി ചെറുതായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ സൈസിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഈ ചട്ടിയുടെ വലുപ്പത്തിനെ കുറിച്ചോ ഇത് ചെറുതാണോ എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും ആരും ബോധർ ചെയ്തില്ല. എല്ലാരും അമ്മൂമ്മ ഉണ്ടാക്കിയ സൈസിൽ തന്നെ ഈ ബ്രെഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു കഥ നിങ്ങളെല്ലാരും ഇതില് സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചിട്ടുള്ള കഥയായിരിക്കും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അതിലും വലിയ റൊട്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇതാണ് സൈസ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുള്ള പോലെ നമുക്ക് ഇത്രയൊക്കെ സ്വപ്നം കാണാവുള്ളൂ, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ കേരളത്തിലുള്ളവരാണ്, നമ്മൾ ഇത്രയൊക്കെ മാറൂ എന്ന് നമ്മൾ തന്നെ നമ്മളിൽ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാരിയേഴ്സ് ഫോർ ഡെയർ ടു ഡ്രീം ബിഗ്. ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പ്രോക്രാസ്റ്റിനേഷൻ, ഷോർട്ട് ടേം തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്. അപ്പോൾ നമ്മൾ നോർമലി ഇത് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് മാറ്റിവെക്കുക എന്നുള്ളത്. ഇന്നൊരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് ഇന്ന് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അന്നന്ന് അത് ചെയ്തിട്ടേ സമാധാനം കിട്ടത്തുള്ളൂ എന്നുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ മാറ്റിവെക്കുന്നവരും ഉണ്ട്. മാറ്റിവെക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പോഴും ഓർക്കും ചില കാര്യത്തിൽ. ഇപ്പോ ഒരു സ്ഥലം വരെ പോയിട്ട് ഒരു സാധനം കൊടുക്കാനുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഓർക്കും മറ്റന്നാൾ ആ സ്ഥലത്തോട്ട് പോകുന്നുണ്ട് വേറൊരു കാര്യത്തിന്, അപ്പൊ ആ വഴിക്ക് കൊടുത്തേക്കാം എന്നോർക്കും. ഒരുപക്ഷെ നമ്മൾ റെഡിയായി ആ സ്ഥാനത്തിലോട്ട് പോകുമ്പോൾ ഈ സാധനം കൂടെ എടുക്കാൻ മറന്നുപോകും. ഓൺ ദ വേയിലല്ലേ അത് കൊടുത്തേക്കാമെന്നോർക്കും. പക്ഷെ ഒരു സാധനം അപ്പൊ തന്നെ കൊടുക്കുവാണെങ്കിൽ ആ കാര്യം നടക്കും. പക്ഷെ നമ്മളെല്ലാവരും അങ്ങനെ മാറ്റിവെക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മളൊരു ചെറിയ സാധനം, ഇപ്പം മുകളിലത്തെ റൂമിൽ ഒരു സാധനം വെക്കാനുണ്ടെങ്കിൽ നമ്മൾ 2 വട്ടം സ്റ്റെപ്പ് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ അതെടുക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും പിന്നെ നമ്മൾ വേറൊരു കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ അത് എടുക്കാൻ മറന്നുപോയെന്നിരിക്കും. അപ്പോൾ അപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോപ്പോൾ ചെയ്യാൻ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കത്തില്ല. ബുദ്ധിമുട്ടുള്ള കാര്യം, അതായത് ഇച്ചിരി പാടുള്ള കാര്യമാണെങ്കിൽ അത് ആദ്യം അങ്ങ് ചെയ്ത് തീർത്തേക്കണം. പിന്നെ നല്ല സമാധാനമാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല പിന്നെ അടുത്ത കാര്യം ചെയ്യാൻ. നമ്മൾ മിക്കപ്പോഴും ആൾക്കാർ എന്താ വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കും. അത് നമുക്ക് വലിയ കാര്യങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ എന്താ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്വസ്ഥത അങ്ങ് നഷ്ടപ്പെടും. ആ വലിയ കാര്യം ചെയ്ത് തീർക്കുന്നത് വരെ നമുക്ക് സമാധാനം കിട്ടത്തില്ല. അതേസമയം അത് ആദ്യം ചെയ്ത് തീർക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്വസ്ഥമായിരിക്കും. പിന്നെ ഷോർട്ട് ടേം തിങ്കിങ്, നമ്മളിപ്പോ ഇങ്ങനെ കിടന്നിട്ട് ഓർക്കും, ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും ക്ലാസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴോ ഈ കമ്പ്യൂട്ടർ തുറക്കുമ്പോഴോ ഒക്കെ ഓർക്കും അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം, ഇതൊന്ന് ശരിയാക്കി വെക്കണം, ബാക്കിയുള്ള ഇതൊന്ന് നോക്കി വെക്കണം എന്നൊക്കെ ഓർക്കും.
പക്ഷെ നമ്മൾ എന്തെടുക്കും, അതൊക്കെ അപ്പോഴത്തെ ഒരു ചിന്തയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്തെടുക്കും, ഇനി ക്ലാസ് വരുമ്പോൾ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെക്കും. ഇപ്പൊ ഈ പിള്ളേർ പഠിക്കുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. കാരണം ആ സമയമാകുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും. കുറച്ചു നേരം നമ്മുടെ മനസ്സിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഇവിടെ ക്ലാസ് ഒക്കെ ഓരോരുത്തരും എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ട് ഓർക്കും, ഇന്ന് തന്നെ അതൊന്ന് വായിക്കണം. ഇപ്പൊ ഇന്ന് മെർക്കൂറിയസ് എടുത്ത്, ശരി ഇന്ന് തന്നെ മെർക്കൂറിയസ് ഒന്ന് വായിക്കണം, അപ്പൊ നമുക്ക് ശരിയാവും, അപ്പൊ കിട്ടുന്നൊക്കെ ഓർക്കും. പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കമ്പ്യൂട്ടർ അടച്ചു വെച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. കാര്യം നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് പല ചിന്തകളാണ്. പക്ഷെ ആ സമയത്ത് വരുന്ന ചിന്തകളെ നമ്മൾ എഴുതി അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, വീക്ക്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും പിന്നെ നെഗറ്റീവ് തിങ്കിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ മെർക്കുറിയസ് ഇന്ന് വായിക്കണം എന്ന് ആദ്യം ചിന്തിക്കും. പിന്നെ പറയാം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി മെർക്കുറിയസ് വായിക്കാനൊന്നും എവിടെ കിടക്കുന്നു നമുക്ക് സമയം എന്ന് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞങ്ങ് ആശ്വസിപ്പിക്കും. കാരണം പിന്നെ ആരുടെയെങ്കിലും തലയിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷെ നമുക്ക് വായിക്കണം എന്നുള്ള ഇതാണ്. ഇപ്പൊ നമുക്ക് നാളെ എക്സാം ആണ്, അല്ലെങ്കിൽ നാളെ പോയി ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വായിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഒരു ഡിസയർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നത്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ഞാൻ മാറ്റിവെക്കത്തില്ല, ഞാനത് ഇന്ന് തന്നെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നടത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. മഴയായി പോയി, എന്ത് ചെയ്യാനാ, അവിടെ പോണോന്ന് വിചാരിച്ചതാണ് എന്ന് പറയും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യം പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. നമ്മളെല്ലാവരും പറയാറുള്ളതാണ്. നമ്മുടെ മനസ്സിൽ തന്നെ അവിടെ പോണം എന്നുള്ളതൊരു മടിയായിട്ട് ഇങ്ങനെ കറങ്ങിയൊക്കെ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് ഒരു മഴ പെയ്ത്, അപ്പൊ സന്തോഷമായി നമുക്ക്, ശരി മഴ പെയ്തല്ലോ, അപ്പൊ ഇന്നിനി പോകാൻ പറ്റത്തില്ല എന്ന്. അതേസമയം നിങ്ങൾ തന്നെ ഓർത്തോണം, നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂവിന് പോകാനുണ്ട് എന്ന് വിചാരിക്കുക. എത്ര മഴ പെയ്താലും നമ്മൾ എന്തായാലും പോകത്തില്ലേ, അവിടെ പോകും. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എക്സ്ക്യൂസുകൾ ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ വലിയ കാര്യങ്ങൾക്കും എക്സ്ക്യൂസ് എടുക്കും കേട്ടോ. എനിക്ക് പല ആൾക്കാരെ അറിയാം, കോർട്ടിലൊക്കെ പോകാനുള്ള ഇതുപോലും കിട്ടിയിട്ടും അതിനും ഒരു അത് ഞാൻ ഉറങ്ങിയപ്പോൾ താമസിച്ചു പോയി, എണ്ണീറ്റപ്പോൾ താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കോടതി പോലും സമയത്ത് ചെല്ലാത്ത ആൾക്കാരുണ്ട്. അത് കുറച്ച് എക്സ്ട്രീം കേസസ് ആണ്. നമ്മളൊക്കെ എന്താ വെച്ചാല് മനഃപൂർവ്വം നമ്മൾ വേറെന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞാൻ ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ച, അപ്പം അങ്ങനെയെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മളൊരു എക്സ്ക്യൂസ് കണ്ടെത്തും. അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അത് കാരണം കൊണ്ടാണല്ലോ, നമ്മുടെ കുറ്റമല്ലല്ലോ, മഴ പെയ്തുകൊണ്ടാണല്ലോ. അപ്പൊ അതെന്താ വെച്ചാൽ മനസ്സ് തന്നെ കണ്ടുപിടിക്കുന്നതാണ്. കാരണം ഒരു സമാധാനം കിട്ടാൻ വേണ്ടി മനസ്സൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. പിന്നെ സോൾവിങ് ഇൻസിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലംസ്. അപ്പൊ നമ്മളിപ്പം ഇന്ന് ആലോചിക്കുവാണ്, ഇന്ന് എനിക്കൊരു വലിയ കാര്യം ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ എന്തെടുക്കും, എന്താ പറയുന്നത്, അതിനൊരു എക്സാമ്പിൾ എന്തോ പറയുന്നത്, എന്തെങ്കിലും വലിയ കാര്യം, ശരി പഠിക്കാനുണ്ട്. ഞാൻ ഇന്ന് വിചാരിക്കുവാണ് ഇങ്ങനെ, ഞാനൊരു എല്ലാവരോടും പറഞ്ഞല്ലോ അന്നന്ന് കാര്യം ചെയ്യണം, അവനവനെ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇന്ന് 1 മണിക്കൂർ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇംഗ്ലീഷ് ലേണിംഗ് ക്ലാസ് പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നത്, കുറച്ച് തുണി ഇവിടെ കിടക്കുന്നില്ല, അത് മടക്കി വെച്ചിട്ട് പഠിക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ കുറച്ച് തുണി മടക്കി വെക്കും. അത് കഴിയുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. പിന്നെ നല്ല വെയിലുണ്ട്, തുണി വിരിച്ചിട്ടിട്ടിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് പകുതി ആക്കി വെച്ചിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചെറിയ കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം തീർന്നല്ലോ എന്നുള്ള ഒരു റിവാർഡ് നമുക്ക് കിട്ടും. തുണി മടക്കി കഴിഞ്ഞു, സമാധാനം. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ കിട്ടുമ്പം നമ്മൾ അതിലങ്ങ് സാറ്റിസ്ഫൈഡ് ആകും. നമ്മുടെ ബ്രെയിൻ അങ്ങനെ നമ്മൾ ചെയ്തു തരുന്ന, ഇപ്പൊ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, അങ്ങനെ ഏതൊരു ജോലിയും അങ്ങനെ തീർക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അപ്പൊ ചെറിയ ജോലിക്ക് പെട്ടെന്ന് റിവാർഡ് കിട്ടും. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടും. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ജോലികൾ ഇങ്ങനെ ചെയ്തു തീർക്കും. എന്നിട്ട് നമ്മൾ എന്തെടുക്കും,
ആ വലിയ ജോലി പിന്നെ ചെയ്യാൻ നമുക്ക് സമയം കാണത്തില്ല. അപ്പൊ നമുക്ക് മതി, ഇനി ആ വലിയ ജോലി ഇന്ന് എനിക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ, അതുകൊണ്ടാണ് മിക്കപ്പോഴും വലിയൊരു ജോലി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊച്ചു കൊച്ചു ജോലികളുടെ പുറകെ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ അതിന് കുറച്ചു നേരം ഇരിക്കണം, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വരാം എന്ന് വിചാരിക്കും. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്. ആ വലിയ ജോലിക്ക് നമ്മൾ സമയമെടുത്താൽ നമുക്ക് ഈ കൊച്ചു കൊച്ചു ജോലിയൊക്കെ എളുപ്പം എടുക്കാൻ പറ്റുകയും ചെയ്യും. നമുക്ക് വലിയൊരു റിവാർഡ് നമ്മുടെ മനസ്സിൽ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൊച്ചു ജോലികൾ സിമ്പിൾ ആയിരിക്കും. പക്ഷെ അതെടുക്കാനുള്ള നമ്മുടെ ഒരു മടിയുണ്ടല്ലോ, അതിനു വേണ്ടി നമ്മൾ വേണ്ടാത്ത ചില കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. പിന്നെ ചില ആൾക്കാർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവർ അനലൈസിങ് തിങ്സ് ആൻഡ് സീക്കിംഗ് പെർഫെക്ഷൻ. അല്ല, ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ നല്ല പിന്നെ നല്ല വൃത്തിയായിട്ടേ ചെയ്യത്തുള്ളൂ, ഞാനിങ്ങനെ. ഇപ്പോ പല ആൾക്കാരും പറയും, ചില ആൾക്കാരൊക്കെ പറയും ഞാൻ നല്ല കുക്ക് ചെയ്യും, ഞാൻ ഇന്ന സാധനം ഉണ്ടാക്കും എന്നൊക്കെ പറയും. അപ്പൊ എന്നാ ഒന്ന് ഉണ്ടാക്കിക്കേ, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്താൽ അത് പറ്റത്തില്ല, അതെ എനിക്ക് ആ പാത്രം വേണം, മറ്റേത് വേണം, മറിച്ച് ഇത് നടക്കാൻ പോണ കാര്യമൊന്നുമല്ല, ഒരിക്കലും നടത്തത്തുമില്ല. കാരണം ഇത് അറിയാമെന്നുള്ള സത്യമോ കള്ളമൊന്നുമില്ല അവർ പറയുന്നത്. പക്ഷെ ഓവറായിട്ട് അതില് എന്താ പറഞ്ഞ പെർഫെക്ഷന് വേണ്ടിയിട്ട് നിൽക്കും. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച ഉടനെ തന്നെ ചെയ്യാം, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യൂ, ഞാൻ ഇങ്ങനെ ഇതാക്കുള്ളൂ എന്ന് പറഞ്ഞ് പെർഫെക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യം എന്താ പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആവും. പല കാര്യങ്ങളും നമ്മൾ നന്നാക്കി നല്ല ഇതായിട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഇത്ര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ലോകത്തിൽ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ മിനുക്കി എടുത്ത് പതുക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് മിക്കപ്പോഴും വേണ്ടാന്നാവും, ലോകത്തിന് വേണ്ടാന്നാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഭയങ്കര പെർഫെക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കരുത്. പെർഫെക്ഷൻ ആയിട്ട് നിങ്ങൾ എളുപ്പം ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെ കേട്ടാ, ഒരിക്കലും എന്താ പറയുന്നത്, ഒരിക്കലും പുറത്തു വരാത്ത ഒരു സാധനമായിട്ട് നമ്മൾ മാറ്റരുത് പെർഫെക്ഷന് വേണ്ടി നിന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പെർഫെക്റ്റ് ആകാൻ നിങ്ങൾ ശ്രമിക്കരുതെന്നല്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ ചെയ്തു കഴിഞ്ഞാലോ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് പഠിക്കാം, പിന്നെ അടുത്ത പ്രാവശ്യം പെർഫെക്റ്റ് ആക്കാം. എല്ലാം റെഡിയാക്കി വിട്ടിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു സാധനവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓവർ അനലൈസിങ് തിങ്സ്, കാരണം നമ്മളിപ്പോ ഇങ്ങനെ ചെയ്താല് അങ്ങനെ ആവുമോ, അങ്ങനെ പോയാല് കുഴപ്പമാവുമോ, എന്താ പറയുന്നത് ആ വഴി പോയാൽ അവിടെ ബ്ലോക്ക് വരുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇത് തന്നെ ക്രിറ്റിസിസം നമ്മള് മിക്കപ്പോഴും അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മൾ വളർന്ന സാഹചര്യവും കേട്ട് വളർന്നതും ഒക്കെ നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. അല്ലെങ്കിൽ മനുഷ്യരെന്ത് പറയും, ഇങ്ങനെയൊക്കെ നടന്നാൽ മനുഷ്യരെന്ത് പറയും. നമ്മളൊരു കുട്ടികളോട് ഇപ്പം മുടി വളർത്തണ്ട എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ മുടിയിൽ കളർ അടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴോ നമുക്ക് ഇഷ്ടമല്ല എന്നല്ല നമ്മൾ പറയുന്നത്, നിന്റെ മുടി ഇങ്ങനെ വെട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നാട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞാണ് നമ്മൾ വളർത്തുന്നത് കുട്ടികളെ. ഇങ്ങനെ മുടിയൊക്കെ കൊണ്ടു നടന്നാൽ നാട്ടുകാരങ്ങനെ പറയും, നീ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ഇട്ടാൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ നടന്നാല് മറ്റുള്ളവരെന്ത് പറയും എന്ന് നമ്മൾ അറിയാതെ പലയിടത്തുനിന്നും കേട്ടിട്ടുള്ളത് കൊണ്ട് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നും, മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യും, എന്നെ ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സമയവും കാണത്തില്ല. ഹാവിങ് നോ ടൈം ആൻഡ് ഇൻസെന്റീവ്. അപ്പൊ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വരെ നമ്മൾ തന്നെ പറയുമോ വേണ്ട അത് ചെയ്താൽ ശരിയാകത്തില്ല, ഇനിയിപ്പം ഒരിടത്തും ഇല്ലാത്ത ഒരു കാര്യം ഇവൻ ഇവിടെ കൊണ്ടുവന്ന് ഇത് ഫെയിലായി പോയി എന്ന് അവര് പറയും. ഇങ്ങനെ നമ്മൾ ഓർക്കും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കൊച്ചിലെ കിട്ടിയത് കൊണ്ടുണ്ടതാണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യുക. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യോ എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കണ്ട, നമുക്ക് ഇറങ്ങാം എന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ തന്നെ പറയാം, ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല, പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങാം. പിന്നെ
പറയുന്നതിന് നമ്മൾ മൈൻഡ് ചെയ്താലല്ലേ ഉള്ളു പ്രശ്നം. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചങ്ങ് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ഒരു പാടുമില്ല. ഹാവിങ് ഫിയർ ഓഫ് സക്സസ് ആൻഡ് ഫിയർ ഓഫ് ഫെയിലുവർ ആൻഡ് ചേഞ്ച്. ചിലർക്ക് ഒരു മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ മാറ്റം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്കെന്നല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് മാറ്റമാണെന്നും മാറ്റമായിട്ട് അംഗീകരിക്കാനും ശരി ഈ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം എന്ന് വിചാരിക്കാനും നമുക്ക് സാധിക്കണം. അപ്പം വിജയിക്കുമോ എന്നുള്ള പേടി, തോക്കുമോ എന്നുള്ള പേടി, മാറ്റത്തിലോട്ടുള്ള പേടി, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേടി എനിക്കുണ്ട്. ഞാൻ വിജയിക്കും, എല്ലാം വിജയിച്ചെന്നിരിക്കത്തില്ല, തോക്കുകയും ചെയ്യും, ഇല്ല എന്നല്ല. പക്ഷെ നമ്മള് തോക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒരു ഫെസിലിറ്റീസും നമ്മൾ അനുഭവിക്കത്തില്ല. നമ്മളിപ്പം ഇന്റർനെറ്റ്, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഫ്ലൈറ്റ്, നമ്മൾ കാണുന്ന ഫോണ്, പിന്നെ കാറ്, ബൈക്ക്, ഇതെല്ലാം ഓരോരുത്തരും ഇറങ്ങി തിരിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി വലിയ വലിയ സാധനങ്ങളൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും ചെറിയ ഒരു കാര്യം ചെയ്യാനെങ്കിലും നമുക്ക് ഫിയർ ഇല്ലാതിരിക്കണം. ഫിയർ വന്നാൽ നമ്മൾ അതിനെ ഫിയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ മാറ്റാം, ആ പേടിയിൽ ഞാൻ ഇരിക്കത്തില്ല, ഞാൻ മുമ്പോട്ട് പോകും എന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ അതിലും വലിയ ഫിയർ ആണ് എങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു തെറാപ്പിയോ ഒരു ഹെൽപ്പോ എടുത്ത് നമ്മളെ മാറ്റണം. എന്നും നമ്മളൊരു ഫിയറിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. പറ്റത്തില്ല എന്നല്ല, പറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും. പിന്നെ എല്ലാവരും എല്ലാം തുടങ്ങിയതൊന്നും സക്സസ് ആണോന്നൊന്നുമില്ല, ഫെയിലുവർ ആകും. അപ്പൊ അതിൽ നിന്നൊരു പാഠം നമുക്ക് കിട്ടും, അതുകൊണ്ട് ഇതാവും. തോക്കും എന്നുള്ളത് ചിലപ്പോൾ തോക്കുമായിരിക്കും, അത് നമുക്ക് എന്ത് വേണം. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ലല്ലോ, തോക്കുന്നു തോറ്റോട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ടു തിങ്ക് കോൺഫിഡൻ്റ്ലി, ആക്ട് കോൺഫിഡൻ്റ്ലി, ആക്ട് ദ വേ യു വാണ്ട് ടു ഫീൽ. ഇപ്പോ നമുക്ക് എന്താകാനാണോ നമുക്ക് ആഗ്രഹം, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണോ നമുക്ക് ആഗ്രഹം, അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക, അതനുസരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവുക. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെല്ലാം നമ്മളെ ഡിസ്കറേജ് ചെയ്താലും നമ്മളെ ഡിസ്കറേജ് ചെയ്യരുത്, നമ്മൾ മുമ്പോട്ട് പോകണം. ഞാൻ ജനറലി ഒരു മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് 10 പേരോ അല്ലെങ്കിൽ ഒരു 3 പേരെങ്കിലും നമ്മളെ ഡിസ്കറേജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതില് ഡെസ്പാവും, നമ്മൾ അതിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് പാടാവും. ഒരു 3 പേരെങ്കിലും പറയോ, അയ്യോ ആ ബിസിനസ് വിജയിക്കുവോ, അതൊക്കെ ഇന്നാളത്തെ അവര് തുടങ്ങിയിട്ട് അത് ഫെയിലായി, അങ്ങനെയെന്നൊക്കെ നമ്മൾ അങ്ങനെയെന്നൊക്കെ നമുക്ക് കേൾക്കുവാണെങ്കിൽ, 2-3 കമന്റ് എങ്കിലും കേൾക്കുവാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് അത് വിജയിക്കത്തില്ല എന്നൊരു തോന്നൽ വരും. ആരും എന്തും പറഞ്ഞോട്ടെ, നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് അഫേം ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ല അത് വിജയിക്കും എന്നൊക്കെ. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു IPS കാരി അവരുടെ IPS എക്സാമിന്, അതായത് 10th മാത്രം പഠിച്ചിട്ട് കല്യാണം കഴിക്കുകയും ഒരു പോലീസുകാരന്റെ വൈഫായിട്ട് ഇരിക്കുകയും ചെയ്ത്, അതിനുശേഷം പുള്ളിക്കാരി ഡിഗ്രിയും അതുമൊക്കെ കുട്ടികളെയൊക്കെ വളർന്നതിന് ശേഷം പഠിക്കുകയും IPS എടുക്കുകയും ചെയ്ത ഒരു ലേഡി പറഞ്ഞു, ഞാൻ IPSന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറയും ആകെ 7 സീറ്റേ ഉള്ളു കേട്ടോ. അതും ഇങ്ങനെ പഠിച്ചു വന്ന ഒരാളാണല്ലോ, ഭയങ്കര ഒരു ആ സ്റ്റുഡന്റ് ലൈഫിൽ തന്നെ വന്നതല്ല, ആകെ 7 സീറ്റേ ഉള്ളു കേട്ടോ, അതെങ്ങനെ കിട്ടും എന്ന് പറയും. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വിചാരിക്കും, എനിക്ക് 7 സീറ്റിന്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് ഒറ്റ സീറ്റ് മതിയല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ തോട്ട് അവർക്ക് കൊടുത്ത ആ പവർ ഭയങ്കരമാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 7 സീറ്റ് വേണ്ട, എനിക്ക് ഒറ്റ സീറ്റ് മതിയല്ലോ, ഞാൻ ഒറ്റ സീറ്റിന് വേണ്ടിയാണ് എഴുതുന്നത് എന്ന് ചിന്തിച്ചു. അതേസമയം നമ്മൾ പലപ്പോഴും നമ്മൾ ഡിസ്കറേജ് ആയി പോകുന്ന എങ്ങനെയാണ്, ഓ ആകെ 2 സീറ്റിനാ 6 ലക്ഷം പിള്ളേർ എഴുതി, മറ്റേത് എഴുതി, ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും, നമ്മൾ മനസ്സറിയാതെ നമ്മൾ തന്നെ ശരി അത്രയും പേരുടെ മുമ്പ് ഞാൻ വരത്തില്ല എന്ന് നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ തന്നെ
ഡിസ്കറേജ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഡിസ്കറേജ് ചെയ്തോട്ടെ, നമ്മളെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോകണം. എങ്ങനെയാണോ ഞാൻ ആകട്ടത് ആ ഇതിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോകണം. ഇനി ധൈര്യമായിട്ട് സ്വപ്നം കാണാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. വിശ്വസിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ഞാനൊരു കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഞാനത് വിശ്വസിക്കുക, ഞാനത് നടത്തും എന്ന് വിചാരിക്കുക. വെൻ ഐ ബിലീവ് ഇറ്റ് ഐ ഡു ഇറ്റ്. അപ്പൊ ആദ്യം സ്വപ്നം കാണുക, ആദ്യം നമ്മൾ മനസ്സിൽ കാണുക, അത് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, അത് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം അതിൽ വിശ്വസിക്കുക, പിന്നെ വിശ്വസിച്ചതിന് ചെയ്യുക. പിന്നെ വെൻ ഐ ഡു ഇറ്റ്, നമ്മൾ ആദ്യം കാണുക, കാണുന്നത് വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമായിട്ട് വരും. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും, ഇപ്പം ദൈവവിശ്വാസമാണെങ്കിലും ദൈവവിശ്വാസം ഇല്ലാത്തതാണെങ്കിലും ദൈവത്തെ വിശ്വസിക്കാത്തതാണെങ്കിലും വിശ്വസിക്കുന്നതാണെങ്കിലും വേറെ എന്തിലെങ്കിലും വിശ്വസിക്കുന്നതാണെങ്കിലും ഓരോരുത്തരുടെ വിശ്വാസം അവരവരുടെ വിശ്വാസമാണ്. അതാണ് അവർക്ക് എപ്പോഴും സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഈ വിശ്വാസം കാര്യം നടക്കുമെന്നുള്ളതാണെങ്കിലും ഞാൻ ജനറലി പറയുവാണ്, ഇപ്പം ഒരാളുടെ വിശ്വാസം ഇങ്ങനെയാണ് ചെയ്താൽ, ഇനി അന്ധവിശ്വാസങ്ങൾ പോലും ഓരോ ആൾക്കാർ വെച്ചിരിക്കുന്നത് അത് അവരുടെ വിശ്വാസങ്ങളാണ്. അതില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത്, അന്ധവിശ്വാസം നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ഓരോ ആൾക്കാർ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അയ്യോ അങ്ങനെ ചെയ്താൽ അങ്ങനെയാവും എന്ന് വിചാരിച്ചാൽ അത് അവരുടെ, ഇന്ന് പൂച്ച കുറുക്കേ ചാടി അതുകൊണ്ട് ഇന്ന് എന്റെ കാര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ പോകുമ്പം അവിടെ പൂച്ച ചാടിയത് കൊണ്ടല്ല, പുള്ളി അങ്ങനെ വിശ്വസിച്ച് പോയതുകൊണ്ട് അത് നടന്നില്ല. എന്നെ പുറകിൽ നിന്ന് വിളിച്ചു അതുകൊണ്ട് നടക്കത്തില്ല എന്ന് വിചാരിച്ച് അത് അവരങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് നടക്കത്തില്ല. പുറകിൽ നിന്ന് വിളിച്ച് കൊടുക്കുന്ന എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾ നേടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനും ഇല്ല. ഞാൻ അതിനും ആളല്ല. കാരണം എന്താ വെച്ചാല് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, വിശ്വസിക്കാത്തവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, വേറുള്ള വിശ്വാസങ്ങളുള്ളവരെയും അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്തിലെങ്കിലും ഉള്ള ഒരു വിശ്വാസം, അതാണ് ഒരു മനുഷ്യനെ എപ്പോഴും സ്ട്രെങ്ത് കൊടുക്കുന്നതും മുമ്പോട്ട് പോകാൻ നയിക്കുന്നതും. അപ്പൊ എന്തിലെങ്കിലും വിശ്വസിക്കുക. കാരണം ഒന്നുമില്ലെങ്കിൽ അവരുടെ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നോ, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള വിശ്വാസമാണ് എപ്പോഴും അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ ലാംഗ്വേജ് എംപവറിങ് ലാംഗ്വേജ് ആയിരിക്കണം. നമ്മൾ എന്താ വെച്ചാൽ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം, എന്നെ കൊണ്ട് സാധിക്കും, പറ്റും, ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് സാധിക്കും എന്ന് നമ്മൾ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ നോക്കുവോ, അത് വീണ്ടും മൂന്നാമതൊരു പ്രാവശ്യമൊക്കെ നോക്കുമ്പോൾ പല കാര്യങ്ങളും ശരിയാവും. പക്ഷെ അതെന്താന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ നമ്മുടെ മനസ്സിന് സ്ട്രെങ്ത് കൊടുത്ത് വീണ്ടും അതിലേക്ക് വരുന്നത് കൊണ്ടാണ് നമുക്കതിന് സാധിക്കുന്നത്. അതേസമയം നമ്മൾ പറയുക അതെനിക്ക് സാധിക്കത്തില്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. പിന്നെ വേറൊരാൾ വന്നിട്ട് എളുപ്പം അത് ചെയ്യും. അപ്പൊ നമ്മൾ പറയും അയ്യോ അതെങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ അങ്ങ് ചെറുതാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല എന്ന് പറയും. ഹെൽപ്പ് എടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് നമ്മൾ തന്നെ അങ്ങ് മുദ്ര കുത്തി വെക്കും. അപ്പൊ നമ്മൾ എപ്പോഴും അതുപോലെ സൊല്യൂഷൻ ഓറിയന്റഡ് തിങ്കിങ്, ബിഗ് ഐഡിയാസ്, പ്ലാൻസ് ആൻഡ് സ്മാർട്ട് ഗോൾസ്. അപ്പം നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒറ്റയ്ക്കിരിക്കണം, കുറച്ച് സമയം 10-15 മിനിറ്റ് എങ്കിലും തന്നെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ നെഗറ്റീവ് തോട്ട്സിലോട്ട് പോകരുത്. എപ്പോഴും നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് തിങ്കിങ് ആയിരിക്കണം. നമ്മൾക്ക് എന്തിനാണ് പരിഹാരം കാണേണ്ടത് അത് പരിഹാരം കാണാനും അല്ലെങ്കിൽ അതിനെ എങ്ങനെ നന്നാക്കാം എന്നുള്ള ഒരു തോട്ടായിരിക്കണം നമുക്ക് പോകേണ്ടത്. 50 ആയുള്ളല്ലേ. പിന്നെ കൾട്ടിവേറ്റ് ക്വാളിറ്റീസ്. നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്, ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ ഒരു പാഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
ഞാൻ പറഞ്ഞല്ലോ, ഈ നമുക്ക് എല്ലാവർക്കും ധൈര്യം ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം വിജയിക്കണം എന്ന് ഉള്ള ആൾക്കാരായിരിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പെർസിസ്റ്റൻസ് കാണത്തില്ല. ഇന്നൊരു കാര്യത്തിന് പോയി നടന്നില്ല, നാളെ ഒരു കാര്യത്തിന് പോയി നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, 2-3 പ്രാവശ്യം നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കാര്യത്തിന് പോകത്തേ ഇല്ല. അതും പാടില്ല. നമുക്കൊരു ഡിസിപ്ലിൻ വേണം, നമുക്ക് അതിലൊരു എൻതൂസിയാസം വേണം. അപ്പൊ ഇതൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ക്വാളിറ്റീസ് ആണ്. ഇതെല്ലാ ഗുണത്തോടും കൂടി ഒരാൾ ജനിച്ച് വളർന്നും അങ്ങനെ വരത്തില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ഒക്കെ പല നെഗറ്റീവ്സും പല ഡിസ്ക്വാളിഫിക്കേഷനും ഒക്കെ കാണും. പക്ഷേ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഇതിന് ധൈര്യമില്ല, അതിന് ധൈര്യമില്ല, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ വരണം. ഇപ്പോ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജിൽ നമുക്ക് ഇതില്ലെങ്കിൽ നമ്മൾ സ്ഥിരം ലാംഗ്വേജ് കേൾക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നെങ്കിലും കേൾക്കാം. ഇതൊക്കെ കേട്ടതും അപ്പൊ ചില ആൾക്കാർ നമ്മളോട് പറയും, ഇതൊക്കെ ഞാൻ എത്ര കേട്ട്, ഇതൊന്നും കേട്ടിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ശരി, അവര് പറയുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് അത്ര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അത് കോൺസ്റ്റന്റ് ആയിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ചില വാക്കുകളെങ്കിലും പണ്ടത്തിൽ നിന്ന് ഡെവലപ്പ് ആവത്തില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മളത് അങ്ങനെ അങ്ങ് വിടുവാണ്. അങ്ങനൊന്നും പ്രയോജനം ഇല്ല എന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിലുള്ള ക്വാളിറ്റീസിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതിലുള്ളതാണ് നമ്മുടെ പാഷനും പെർസിസ്റ്റൻസ്, കറേജ്, ഡിസിപ്ലിൻ, എന്തൂസിയാസം എല്ലാം. ഓക്കെ, പിന്നെ എൻജോയ് ടൈം ഫോർ തിങ്കിങ്, എൻജോയ് ഓപ്പർച്യൂണിറ്റി ടു സോൾവ് ബിഗ് പ്രോബ്ലംസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ബ്രെയിൻ നമുക്കൊരു സന്തോഷം തരുമെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഈ നമുക്ക് ഇത്രയും ബുദ്ധിയുണ്ട്, ഇത്രയും കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വലിയ ചെറിയ ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? വലിയ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, വലിയ FRCSകാരൻ ഡോക്ടറാണ്. ഡോക്ടർ വീട്ടിലെ ജോലിയൊന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു 100 രൂപ കൊടുത്ത ഒരു ആള് വന്ന് ചെയ്യുന്ന പൈപ്പിലെ ഇതെടുക്കാനായിട്ട്, എന്താ പറയുന്നത്, പൈപ്പിലെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി പുള്ളി ആശുപത്രി പോകാതെ അവിടെ വെയിറ്റ് ചെയ്ത് അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വലിയ കാര്യമാണോ? അല്ല. പുള്ളിയുടെ ഒരു കൺസൾട്ടേഷന്റെ ഫീസ് കൊടുത്താൽ 2 പേര് വന്ന് ചെയ്യും സുഖമായിട്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് 2 പേഷ്യന്റിനെ നോക്കുന്നതാണ് വലിയ കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും വലിയ കാര്യത്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ബിഗ് പ്രോബ്ലംസിനെ ആയിരിക്കണം സോൾവ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹം പല പേഷ്യൻസിനെ നോക്കി അവർക്ക് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആ അസുഖമായിട്ടിരിക്കുന്നവനെ ക്യൂർ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. അപ്പൊ അവിടെ പൈപ്പ് ശരിയാണ്, ഭാര്യയെ സഹായിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് മെയിൻ ആണ്. എന്നാൽ പോലും 2 പണിക്കാരെ അവർക്ക് വിളിക്കുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മളുടെ കപ്പാസിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് നമ്മുടെ, അത് മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനുമാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പുറകെ നടക്കുന്നത് നമ്മളെ തന്നെ ഇങ്ങനെ ഒന്ന് സ്ലോ ആക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ പുറകെയാണ് നമ്മൾ നടക്കേണ്ടത്. അതിലാണ് നമ്മൾ സന്തോഷം കാണുന്നത്. എൻജോയ് ഓപ്പർച്യൂണിറ്റി ടു സോൾവ് ബിഗ് പ്രോബ്ലംസ്, എൻജോയ് ടൈം ഫോർ തിങ്കിങ്. എത്ര സ്ലൈഡ് ഉണ്ട് ഡോക്ടറെ? നമുക്ക് 4 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരുപാടുണ്ടല്ലേ? 70ഓളം ഉണ്ട്. അപ്പൊ നമുക്ക് 50-ൽ നിർത്താം, അതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ? ഓക്കെ, 4 മിനിറ്റാ ഉള്ളത് നമുക്ക്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ അപ്പൊ ഇത് ചെയ്യുവാണേ. സ്റ്റോപ്പ് സ്ലൈഡ് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ 50 ആയോ? 50 കഴിഞ്ഞ് 53 ആയി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 50 മുതൽ എടുക്കാം. ഓക്കെ, അപ്പം അജിനി ഡോക്ടറുടെ വളരെ നല്ല ഒരു സ്വപ്നം കാണല് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയമോ ഡോക്ടറുടെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ധനേഷ് ഡോക്ടർ ഉണ്ടല്ലോ. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഇല്ല.
നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഡോക്ടറെ. 3 minutes അല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ. എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കണം ഡോക്ടറെ. 3 മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക്. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാവോ? കേൾക്കാം. അല്ല, ഡോക്ടർ പറഞ്ഞതിൽ എനിക്ക് ചെറിയ വിയോജിപ്പുള്ളത്, നമ്മളൊരു സമൂഹ ജീവിയാകുമ്പം അവരെങ്ങനെ ധരിക്കും എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ചടക്കമില്ലായ്മ ഉണ്ടായതിന്റെ മെയിൻ ഫാക്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കണം, നമ്മളൊരു സമൂഹ ജീവിയാണ്, എല്ലാവരെയും നമ്മൾ കണക്കിലെടുക്കണം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. അതിന്റെ വളരെ വളരെ മോശമായ എഫക്റ്റുകൾ നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടറുടെ അടുത്ത് ഞാൻ പറയുന്നത്, നമ്മൾ അത് കുറച്ച് എല്ലാമല്ല കുറച്ചൊക്കെ നമ്മളത് കൺസിഡർ ചെയ്യണം എന്നൊരു അഡ്വൈസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ അതാണ് ഞാൻ സമൂഹത്തിന്റെ പറഞ്ഞത് ഡോക്ടർ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ സെൻസ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ എന്ത് പറയുന്നു. അല്ലാതെ ഒരു വൃത്തികേട് കാണിക്കണം എന്നുള്ളതല്ല അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒരു സമൂഹ ജീവിയായ, പക്ഷെ നമ്മളെ ഇങ്ങനെ പറഞ്ഞു വളർത്തിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു നല്ല കാര്യം ചെയ്യാനും നമ്മൾ മടിക്കും. അല്ല, ഡോക്ടർ പറഞ്ഞതില് അത് ഗുഡ് സെൻസ് ആണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ഓക്കെ. പക്ഷെ ഇപ്പൊ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ കുട്ടികൾ. അതാണ് ഞാൻ പറഞ്ഞത്. അത് പാടില്ല. ശരിയാണ് ഡോക്ടർ. അതിന് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞത് എന്റെ ക്ലിനിക്കില് മുമ്പ് വരുമ്പം ഉള്ളതും, ഞാൻ ഇപ്പൊ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 10-35 കൊല്ലമായി. മുമ്പ് വരുമ്പോഴെന്ന് പറഞ്ഞാല് അച്ഛനും അമ്മയും കുട്ടിയായിട്ട് വരണമെങ്കിൽ അച്ഛനും അമ്മയും ഇരിക്കും, കുട്ടി നിൽക്കും. ഇപ്പൊ അങ്ങനെയല്ല. കുട്ടികൾ ആദ്യം വന്നങ്ങ് ഇരിക്കും കസേരയില്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഗ്രാൻഡ് മദറിനെ നിർത്തിയിട്ട് ചെറുകുട്ടി കസേരയിൽ കയറിയിരിക്കുന്നു. അവസാനം ഞാനൊരു അഡ്വൈസ് കൊടുക്കേണ്ടി വന്നു. അപ്പോഴും ചിരിച്ചോണ്ട് പറഞ്ഞ്, അയ്യോ അങ്ങനെ ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം ആ കുട്ടി അത് ശ്രദ്ധിച്ചില്ല. അതെന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പക്ഷെ അപ്പോഴും ഗ്രാൻഡ് മദർ പറയുന്നത് എന്താണ്, ഇല്ല ഡോക്ടറെ, മോളവിടെ ഇരുന്നോട്ട്. ഞാൻ പറഞ്ഞല്ല, നിങ്ങളിരിക്കും, മോള് നിന്നോളൂ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഉള്ള തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം വളരെ വളരെ എന്താ പറയാ, നമ്മള് കൾച്ചറിൽ കൂടി വരുന്നു എന്ന് പറയുന്നെങ്കിലും നമ്മളെ സമൂഹത്തിന്റെ അത് ഞാൻ സാറിപ്പോ പറഞ്ഞില്ലേ, ഗ്രാൻഡ് മദർ പറയുന്ന കുട്ടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞെന്ന്. അത് അവരങ്ങനെ തന്നെ ആ കുട്ടീനെ വളർത്തിയത്. മനസ്സിലായില്ലേ? ആ വീട്ടിലുള്ളവര് അങ്ങനെ തന്നെയാണ് വളർത്തിയത്. അത് അവര് കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ വീട്ടിലുള്ളവര് വളർത്തിയതാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പഴയ കാലത്തെ അതാണ് പാരന്റ്സും നമ്മളെ ഗ്രാൻഡ് പാരന്റ്സും നമ്മളെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്തത് അത് കുറച്ചൊക്കെ ഇനിയും ഉണ്ടായില്ല എങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെ, അതില് വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം മറ്റുള്ളവർ എന്ത് പറയും അതുകൊണ്ട് ഉമ്മുമാനെ നീ ഇരുത്തണം എന്നല്ല പറയണ്ടേ. മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ് അവര്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ആദ്യം ഇരുത്തണ്ടേന്ന് പറഞ്ഞ കുട്ടികൾ. അപ്പൊ അത് മറ്റുള്ളവര് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ മറ്റേ ആദ്യം ഞാൻ പറഞ്ഞതുമായിട്ട് ഇത് ലിങ്ക് ചെയ്തതല്ല ഇത്. അല്ല, സാർ പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. കുട്ടീനെ വീട്ടിൽ വളർത്തുമ്പം പറയേണ്ട എന്താണ്, ഗ്രാൻഡ് മദറിനാണ് ഏറ്റവും പ്രായമുള്ളത്, ഗ്രാൻഡ് മദറിനെയാണ് നമ്മൾ ഇരുത്തേണ്ടത്. അപ്പൊ ഒരിക്കലും നീ ഇരിക്കാൻ പാടില്ല, അവർക്ക് ആ റെസ്പെക്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കാലുവേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അത് ഇത് ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ തീർച്ചയായിട്ടും നമ്മളൊരു സമൂഹത്തിന് ഭയന്നിട്ടല്ല, ഒരു നല്ല ആളിനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം തീർച്ചയായിട്ടും. പക്ഷെ അതൊരു സമൂഹത്തിന് ഭയന്നിട്ടല്ല, നമ്മുടെ വീട്ടിലുള്ളവർ. അല്ല, അത് ഞാനൊരു കോൺട്രവേഴ്സി ഇതിനു വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ആ രീതിയിലും കൂടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതെനിക്ക് മനസ്സിലായി. നമ്മളിപ്പോ അതുകൊണ്ട് പല പിള്ളേരും പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തൊക്കെ ഉണ്ട്, നമ്മളും കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മുടെ പിള്ളേർ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മളുമായിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസമാണല്ലോ. എനിക്ക് എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഇങ്ങനെയുള്ളതൊക്കെ ഇനിയും വരട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി ആശിക്കുന്നു. ഓക്കെ, നന്ദി ഷഫീഖ് ഡോക്ടറെ. ഇനി സേട്ട് സാറ് ഉണ്ടല്ലോ. രജനി ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാ തലത്തിലും ടച്ച് ചെയ്താൽ പഠിച്ചത് വളരെ ഗംഭീരമായിരുന്നു. വളരെ
ആൾക്ക് ഉപകാരപ്രദമായ ഒരു ക്ലാസ് തന്നെയായിരുന്നു. കാരണം Thank you. പലരും ചിന്തിക്കുന്നത് നമുക്ക് ആ കുറ്റങ്ങൾ ഇല്ലെന്നാണ്. അജിനി പറഞ്ഞപ്പോഴേക്ക് ആ കുറ്റങ്ങൾ പലരും ഉണ്ടെന്ന് അത് ബോധ്യപ്പെടുന്നുണ്ട്. അവിടെ കറക്റ്റാവും തീർച്ചയായിട്ടും. നല്ല ക്ലാസ്സായിരുന്നു. കേട്ടിപ്പം നന്ദി സാറേ. എന്തായാലും അജിനി ഡോക്ടറുടെ വലിയ വലിയ സ്വപ്നം കാണൂ എന്ന വിഷയത്തിലുള്ള ഇന്നത്തെ ഈ ക്ലാസ്സില് കുട്ടികളെ പോലെ സ്വപ്നം കാണണം എന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അതുപോലെ വളരെ വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ തന്നെ ശോധന ചെയ്യുമ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്നത് അതിൽ വളരെയധികം കുറവുകൾ നമ്മുടെ ഭാഗത്തും ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് കൂടുതൽ വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ 1829 ദിവസത്തിൽ ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് അജിനി ഡോക്ടർക്ക് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇനി വീണ്ടും ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് എത്രയും വേഗം വരണം. അതേപോലെ തന്നെ ഇന്നത്തെ ഈ നമ്മുടെ 5ാം വർഷത്തെ ആഘോഷ പരിപാടിയിൽ ഇനിയും ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. നമ്മളുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. അപ്പൊ മീറ്റിംഗ് എൻഡ് ചെയ്യുവാണേ. ശരി എന്നാ. താങ്ക് യു.